സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും മുഖം തിരിച്ചു നിൽക്കുന്ന വിവിധ ജനകീയ സമുദായ വിഷയങ്ങൾ ഉയർത്തിയാണ് കത്തോലിക്കാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ ജാഥ നടക്കുന്നത്. ഇന്ന് ആരംഭിക്കുന്ന യാത്ര ഒക്ടോബർ 24-ന് സെക്രട്ടേറിയറ്റ് ധർണയോടെ സമാപിക്കും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ആർച്ച് ബിഷപ്പുമാരായ മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ തോമസ് തറയിൽ, ബിഷപ്പുമാരായ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മാർ പോളി കണ്ണൂക്കാടൻ, മാർ ജോസ് പുളിക്കൽ, മാർ അലക്സ് താരാമംഗലം, മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ, മാർ ടോണി നീലങ്കാവിൽ, മാർ ജോൺ നെല്ലിക്കുന്നേൽ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ യാത്രയെ അഭിസംബോധന ചെയ്യും. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്കൊപ്പം ചിറ്റാരിക്കൽ, പേരാവൂർ, മാനന്തവാടി, തിരുവമ്പാടി, മണ്ണാർക്കാട്, തൃശൂർ, ഇരിഞ്ഞാലക്കുട, കോതമംഗലം, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി, പാല, കുട്ടനാട്, ചങ്ങനാശ്ശേരി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ജനകീയ മഹാസമ്മേളനങ്ങൾ യാത്രയോടനുബന്ധിച്ച് നടക്കും. വിവിധ സമുദായ സാമൂഹ്യ നേതാക്കൾ യാത്രയിൽ പങ്കെടുക്കും. നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യവുമായി മതേതരത്വവും രാജ്യത്തിന്റെ ഭരണഘടനയും സംരക്ഷിക്കുക, ജസ്റ്റിസ് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കുക, വന്യമൃഗശല്യവും ഭൂപ്രശ്നങ്ങളും പരിഹരിക്കുക, റബ്ബർ, നെല്ല് ഉൾപ്പെടെ കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയ്ക്ക് പരിഹാരം കാണുക, വിദ്യാഭ്യാസ ന്യൂനപക്ഷ രംഗങ്ങളിലെ അവഗണനകൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര നടത്തുന്നത്. ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ അധ്യാപക നിയമന നിരോധനം, EWS സംവരണം, തെരുവുനായ ആക്രമണങ്ങൾ, ഭൂപതിവ് ചട്ട ഭേദഗതി, മുനമ്പം പ്രശ്നത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ, ന്യൂനപക്ഷ ആക്രമണങ്ങൾ തുടങ്ങിയവയും ജാഥയുടെ പ്രധാന വിഷയങ്ങളാണ്. ജനകീയ ആവശ്യങ്ങൾ പരിഗണിക്കാതെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടികളുടെ ഇരട്ടത്താപ്പുകളും യാത്രയിൽ ചർച്ചാ വിഷയമാകും. അവഗണന തുടർന്നാൽ കത്തോലിക്കാ കോൺഗ്രസ് വരും തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.